Yeah, Arun. Yeah, I'm fine. What about you? Okay. Yeah, I know. Yeah. You can send the mail in detail. Yeah. In case of emergency, contact Sandra. Oh, okay, Arun. I'll call you back. Thank you. Hello, Mrs. Ravichandra Varman. എന്താണ് പതിവില്ലാതെ ഈ നേരത്തൊരു വിളി? സർ, ബിസിയാണോ ഇപ്പോ? അതെ, ഞാൻ ഭയങ്കര ബിസിയാ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഓ സാറേ, ഈ സാറിന് എപ്പോഴും ഒരു തമാശയാ. പിന്നല്ലാതെ എനിക്ക് തന്നോട് എന്താടോ സീരിയസ് ആയിട്ട് പറയാനുള്ളത്. എങ്കിലേ ഞാനൊരു സീരിയസ് കാര്യം പറയാനാ വിളിച്ചത്. സീരിയസ് കാര്യം കേൾക്കാൻ സാറിന് മൂടില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നില്ല. ചതിക്കല്ലേ, തനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് ഞാൻ പറഞ്ഞോളൂ, കേൾക്കാലോ. സാറിനത് കേൾക്കുമ്പോ സന്തോഷാവുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. താൻ വെറുതെ സസ്പെൻസ് ഇടാതെ പറയടോ. നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന്റെ ഡേറ്റ് അമ്മ ഫിക്സ് ചെയ്തു. വാട്ട്? ശരിക്കും? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഓക്കെ. എന്തിന്? ഇന്നൊന്നുമല്ല, അവിടെ നിന്ന് ഇപ്പൊ നടന്നു തുടങ്ങിയ ചിലപ്പോ ആ ഡേറ്റിൽ ഇങ്ങനെ എത്തുമായിരിക്കും. അത്രയും ഗ്യാപ്പ് ഉണ്ട്. അത്രയും താമസിച്ചിട്ടാണോ ജോൽസിൻ ഡേറ്റ് കുറിച്ച് കൊടുത്തത്? അല്ല, ശരിക്കും അത് തൽക്കാലം സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. വീട്ടില് വരുമ്പോ പറയാം. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അങ്ങോട്ട് വരാന്ന്. ഇപ്പോഴൊന്നും വരണ്ട. ജോലിയൊക്കെ തീർത്തിട്ട് സാവധാനം വന്നാ മതി. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ അമ്മ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത് കാര്യം? അതെ, അധികം വൈകാതെ ഒരു കുഞ്ഞു രവിവർമ്മനെയും ശ്രീലക്ഷ്മിയെയും അമ്മയ്ക്ക് വേണമെന്ന്. അതെന്തിനാ അമ്മയ്ക്ക് വേറെ രവിയും ശ്രീലക്ഷ്മിയും? ഫുൾ ടൈം നമ്മൾ അമ്മയുടെ ഒപ്പമാണല്ലോ. അയ്യോ, ഈ സാറിന്റെ ഒരു കാര്യം. അതാണോ അമ്മയുടെ ആഗ്രഹം എന്ന നിലയ്ക്ക് നമുക്ക് അത് പെട്ടെന്ന് സാധിച്ചു കൊടുത്തോളാം. അതെ, ഇനി ഫോണില് സംസാരിച്ച് ജോലിക്ക് തടസ്സാകണ്ട. ഞാൻ ഫോൺ വെക്കാം. വെക്കല്ലേ. എനിക്കറിയാം എന്തിനാന്ന്. തന്നിട്ട് വേഗം ഫോൺ വെച്ചോ. കൊറേയും. ശരി. ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കും ശ്രീലക്ഷ്മി. അയ്യോ വേണ്ടമ്മേ, എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ചോളാം. ശ്രീലക്ഷ്മി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുകന്യ യമനെയൊക്കെ പറഞ്ഞു വിടേണ്ടി വരുമല്ലോ. പാവം എന്റെ കുട്ടി, ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം പോലും സമാധാനത്തോടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല. എന്താ മാത്രമല്ല ഉദ്ദേശിച്ചത്? ഈ വീട്ടിൽ ആർക്കും സ്വസ്ഥതയില്ലാത്തത് ഞാൻ കാരണമാണെന്നാണോ? അങ്ങനെയാണോ മാത്രമല്ല പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞോ? എല്ലാ കാര്യത്തിലും നീ തല കൊണ്ടിടണ്ട. അല്ല, മദറിൻലോ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാ. നിനക്ക് മനസ്സിലാകാൻ ഞാൻ ഇനി എന്റെ ഭാഷയൊന്നും തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിന്നെക്കുറിച്ചല്ല. നീ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിച്ച് മനസ്സിലാക്കാതെ കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കേ. പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അയ്യോ, നിങ്ങളാരും ഞെട്ടണ്ട. ഞെട്ടിക്കുന്ന ഒരു തീരുമാനമൊന്നും അല്ലത്.
എന്നെയും ശ്രീലക്ഷ്മിയും ഈ വീട്ടിലെ കല്യാണം കഴിച്ചോണ്ട് വന്നതാ. എന്നിരുന്നാലും ഈ വീട്ടിലെ പല കാര്യങ്ങളിലും സ്കോർ ചെയ്തിരിക്കുന്നത് ശ്രീലക്ഷ്മിയാ. അതുകൊണ്ട് ഓഫീസിൽ ശ്രീലക്ഷ്മിയുമായി ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടത്തി ഞാൻ എന്റെ ടാലന്റ് പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വെരി ഗുഡ് അനിയത്തിക്കുട്ടി. വർക്കിൽ കോമ്പറ്റീഷൻ ഉള്ളത് വളരെ നല്ലതാണ്. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ ഒരാളേക്കാൾ ബെറ്റർ ആയിട്ട് മറ്റൊരാൾ പെർഫോം ചെയ്യാറുള്ളൂ, ഒരു വാശി ഉണ്ടാവുള്ളൂ. കറക്റ്റ് ബ്രദറിൻലോ. ടീം വർക്ക് ഫോമിൽ വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ബ്രദറിൻലോ എനിക്ക് ചെറിയൊരു ഫേവർ ചെയ്ത് തരണം. ബ്രദറിൻലോ വിചാരിച്ച നടക്കുന്നതാ. എന്താ അനിയത്തിക്കുട്ടി, എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്തായാലും പറഞ്ഞോളൂ. ഓഫീസിൽ എന്റെ എല്ലാ വർക്ക്സിനും സപ്പോർട്ടായി സാന്ദ്ര എന്നെ അസിസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. സാന്ദ്ര കൂടെ ഉള്ളപ്പോ അതെങ്ങനെ കോമ്പറ്റീഷൻ ആവും? ശ്രീലക്ഷ്മിയുടെ ഒരു ടാലന്റ് വെച്ച് അങ്ങനെ വലിയൊരു കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല. രേഖ തോൽക്കൂന്ന് എനിക്ക് ഉറപ്പല്ലേ? രഘു, സ്റ്റോപ്പ് ടോക്കിംഗ് നോൺസെൻസ്, ഓക്കെ? ഒരു ടീം വർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീലക്ഷ്മിക്കും സാന്ദ്രയെ പോലെ ഒരാളെ സെലക്ട് ചെയ്യാം. അല്ല, അതെന്തിനാ സാന്ദ്രയെ തന്നെ അസിസ്റ്റ് ചെയ്യിക്കണമെന്ന് നിനക്കിത്ര നിർബന്ധം? എങ്കിലല്ലേ എനിക്ക് ഇവളെ തോൽപ്പിച്ച് ഓഫീസിലെ വലിയ മാഡം ആവാൻ പറ്റൂ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് മാത്രമല്ലോ, സാന്ദ്രയുടെ ജോലിയിലെ ടാലന്റും ആത്മാർത്ഥതയും എനിക്കറിയാവുന്നതല്ലേ. സാന്ദ്ര കൂടെ ഉണ്ടെങ്കിൽ എന്റെ പ്രോജക്റ്റ് എനിക്ക് വളരെ നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ എമൗണ്ടിന് തീർക്കാനും പറ്റും. അനിയത്തിക്കുട്ടി പറയുന്നത് ശരിയാണ്. പക്ഷേ സാൻഡ്ര ഇപ്പോ ഓഫീസിൽ സുപ്പീരിയർ പൊസിഷനിലാണ്. ഷീസ് എ വൈസ് പ്രസിഡന്റ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞാൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ സാൻഡ്ര അനിയത്തിക്കുട്ടിയുടെ അസിസ്റ്റന്റ് കൂടിയാക്കുന്നത് എത്രമാത്രം ശരിയാവുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. വർക്ക് ലോഡ് ഹെവി ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടാളും തമ്മിൽ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അയ്യോ ബ്രദറിൻലോ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവസാനം കണ്ട് പിരിഞ്ഞപ്പോഴും വളരെ സ്നേഹത്തോടെയാ പിരിഞ്ഞത്. സർ, സാറ് ചോദിച്ചാ സാന്ദ്ര മാഡം നോ പറയില്ല. സോ സാറിന്ന് ചോദിച്ചു നോക്കിയാൽ നന്നായിരിക്കും. മാഡത്തിന് വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ കുറച്ച് മറ്റാരെങ്കിലും ഏൽപ്പിക്കാമല്ലോ. അത് മാത്രല്ല, രേഖ മാഡത്തിനെ സാന്ദ്ര മാഡത്തെ പോലെ എക്സ്പീരിയൻസ് ആയ ഒരാൾ അസിസ്റ്റ് ചെയ്താൽ വേഗം വർക്ക് പഠിക്കാൻ സാധിക്കും. രേഖ മാഡം ക്വിക്ക് ലേണർ ആയതുകൊണ്ട് രണ്ടാളും ബെസ്റ്റ് ടീം ആയിരിക്കുന്ന എന്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ ശ്രീലക്ഷ്മി, ഞാൻ നാളെ സാൻഡ്രയോടൊന്ന് ചോദിച്ചു നോക്കാം. അനിയത്തിക്കുട്ടി ഹാപ്പി അല്ലേ? അതെ ബ്രദറിൻലോ. പിന്നെ ശ്രീലക്ഷ്മി, താനിപ്പോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തന്നോട് തന്നെ മത്സരിക്കുന്ന അനിയത്തിക്കുട്ടിയോടാണ് കേട്ടോ. എങ്കിലും രണ്ടാളും എനിക്ക് ഒരുപോലെ ആയതുകൊണ്ട് രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. അത് ബ്രദറിൻലോ കള്ളം പറഞ്ഞതല്ലേ. ഈ ലോകത്തിലെ എല്ലാ ഭർത്താവും ആഗ്രഹിക്കുന്നത് ഭാര്യ ജയിക്കാനാ. ബ്രദറിൻലോവും അതുപോലെ തന്നെയാവും. എന്തേ, ഞാൻ പറഞ്ഞതല്ലേ ശരി? കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ ബ്രദറിൻലോയുടെ ചിരി കണ്ടോ? രേഖ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാ ഭർത്താവും ഭാര്യമാരെയെ സപ്പോർട്ട് ചെയ്യൂ. എങ്കിലും എന്റെ ഭാര്യ ഈ മത്സരത്തിൽ തോക്കൂന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഓൾ ദ ബെസ്റ്റ് ശ്രീലക്ഷ്മി. ഏയ് രഘു. രഘു, പാവം ശ്രീലക്ഷ്മി, ഇപ്പൊ നീ ചിരിച്ചോ? അവൾക്ക് ഞാൻ കുഴിച്ചുകൊണ്ടിരുന്ന കുഴിക്ക് ആഴം കൊട്ടാൻ അവള് തന്നെ എന്നെ സഹായിച്ചു. മണ്ടി. എന്റെ ഈ പ്ലാൻ വർക്കൗട്ടായ ഓഫീസിൽ നിന്റെ ഇമേജ് താഴേക്ക് വീഴും ശ്രീലക്ഷ്മി. നീ കണ്ടോ എന്താ നടക്കാൻ പോകുന്നെന്ന്? നിന്റെ തലയിൽ ചവിട്ടിയായിരിക്കും ഞാൻ ആദ്യ പടി കയറാൻ പോകുന്നത്. മതി ശ്രീടിച്ച,
ഞാൻ നടന്ന് ക്ഷീണിച്ചു. ഇനി കുറച്ചു നേരം ക്ഷീണം മാറ്റിയിട്ട് പോവാം. ശ്ശോ. ഇത് കുടിക്കേ. നമ്മളിങ്ങനെ നിന്ന് ശരിയാവില്ല സരോജം, നീ നടക്ക്. ശ്രീടച്ചനും നിന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എത്ര കാലം നമ്മളിങ്ങനെ രവിസാറിൽ നിന്നും നമ്മുടെ മോളിൽ നിന്നും ഒളിഞ്ഞു നടക്കും? നമ്മൾ എവിടെ പോയി താമസിച്ചാലും എത്ര ദൂരം പോയി ഒളിച്ചാലും രവിസാറ് നമ്മളെ കണ്ടെത്തും. നമ്മൾ പോയാ ഏതറ്റം വരെ പോകുമെന്ന് രവിസാറിന് അറിയുകയും ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അവര് നമ്മുടെ മുന്നിലെത്തും. അന്ന് അവര് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരും. അവരെത്ര കണ്ടെത്താൻ ശ്രമിച്ചാലും കുറച്ചു കാലം അവരുടെ മുമ്പിൽ പോകാൻ പറ്റില്ല സരോജം, പോകാൻ പാടില്ല. ശരി, അതെന്താന്ന് വെച്ച പോട്ടെ. അവരുടെ കാര്യം മാത്രാണോ? നമ്മുടെ കാര്യോ? ഇങ്ങനെ ഓരോ ദിവസം വീട് വിട്ട് നാട് മാറിയ നമ്മൾ തുടങ്ങിയ ഈ കച്ചവടത്തിന്റെ ഗതി എന്താവും? പറ കേക്കട്ടെ. അവിടെ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ജോസാറുണ്ടായിരുന്നു. എല്ലായിടത്തും അങ്ങനെ ആളുണ്ടാവോ? എവിടെങ്കിലും സ്ഥിരമായ ഒരിടത്ത് കട നടത്തിയാലേ നമുക്കൊരു മേൽഗതി ഉണ്ടാവും. അതിനെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കേണ്ട സരോജം. നല്ല സമയത്താണ് ഇങ്ങനൊരു തട്ടുകട തുടങ്ങാൻ നമുക്ക് ബുദ്ധി തോന്നിയത്. തിരക്കിന്റെയും സമയത്തിന്റെയും പുറകെ ഓടുന്ന ഈ പട്ടണത്തില് ആളുകൾക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആഹാരം കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എവിടെ നല്ല ആഹാരമുണ്ടോ അവിടെ വയറു വിശക്കുന്നവർ വരും. പിന്നെ നമ്മുടെ മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈശ്വരൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. നിങ്ങക്ക് 1000 ന്യായങ്ങൾ എപ്പോഴും പറയാനുണ്ടാവും. നമ്മുടെ മോളെ കയ്യെത്തും ദൂരത്ത് കിട്ടിയിട്ടും ഒന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരമ്മയുടെ മനസ്സിൽ ആവലാതെയാത്. എത്രയെന്നും പറഞ്ഞ ഞാൻ അവളെ ഒന്നും കാണാതെ ഒളിച്ചിങ്ങനെ. രവിസാരൻ ശ്രീലക്ഷ്മി നമ്മൾ അവിടെ കാണുമെന്ന് പറഞ്ഞ് ഇനിയും വരും. അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും. അതോടെ അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ കാണാതെ സ്ഥലം വിട്ടതാണെന്ന്. നമ്മുടെ മോളുടെ കാര്യം പോട്ടെ, രവിസാർ എന്ത് കരുതും? നമ്മള് ഭീരുക്കളാണെന്ന് രവിസാറിന് തോന്നില്ലേ? അവർക്കെന്ത് തോന്നുമെന്നുള്ളത് നമുക്ക് മറക്കാൻ സരോജം. നമ്മുടെ മോള് അച്ഛനും അമ്മയും എന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്തു വന്ന് സ്വന്തം ജീവിതം ജീവിച്ചു തുടങ്ങണം. അവൾക്കതിന് സാധിക്കുന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് മോളുടെ അടുത്തുനിന്ന് നമ്മൾ മാറി നിന്നേ മതിയാവൂ. ഞാൻ എഴുതി വെച്ച കത്ത് വായിക്കുമ്പോ രവിസാറിന് മനസ്സിലാവും. നിങ്ങളുടെ ഇങ്ങനത്തെ ചിന്തകളോ ആലോചനകളോ എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഭ്രാന്തൊക്കെ കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്റെ പിടിവിട്ടു പോയാ ഞാൻ എന്റെ മോളെ പോയി കാണും. അപ്പൊ തടസ്സം നിന്നേക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ ഞാൻ ഇട്ടിട്ട് പോയിന്ന് പറയരുത്. ആ എന്താ ചിരിക്കുന്നത്? ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല സരോജ. ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിച്ചു തുടങ്ങിയത് മുതൽ ഇതുവരെ ഞാൻ നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അതുപോലെ അല്ല ഇത്. നമ്മുടെ വിവാഹത്തിന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ മൺമറഞ്ഞു പോകുന്നത് വരെ എനിക്ക് നീയും നിനക്ക് ഞാനും പരസ്പരം തുണയായിരിക്കുമെന്ന്. അങ്ങനെയുള്ളപ്പോ നീ എന്നെ വിട്ടുപോകാൻ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ. ശ്രീടച്ചൻ എന്ത് വർത്താനം ഈ പറയുന്നത്? ആ വാ, നീ നടക്ക്. ഓ എന്തൊരു വെയിറ്റ്. അതെ തള്ളു. പതുക്കെ പതുക്കെ. എന്നും ഇങ്ങനെ ഈ മതലിന് അപ്പുറം ഇപ്പുറം തന്നെയാണോ?
അതെ, അത് സാറിനെ ഓർമ്മപ്പെടുത്താനാ ഞാൻ ഈ തലേണ രണ്ടും ഇവിടെ വെച്ചത്. അതെ, ഈ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഭയങ്കര ബോറാണ് കേട്ടോ. ഉം. അതിന് ഇനിയും കുറച്ച് ദിവസങ്ങളില്ലേ? അതുവരെ ഇങ്ങനെ കിടക്കണമെന്നൊക്കെ പറഞ്ഞാ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും ബെഡിൽ പോയി കിടക്ക, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഏയ് അത് വേണ്ട. ബുദ്ധിമുട്ടെനിക്കല്ലേ, ഞാൻ പോയേക്കാം. എന്തേ പോണില്ലേ? അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ അടുത്ത് കിടന്നോളാം. എന്തേ? ആ, കണ്ടോണ്ടെങ്കിലും കിടക്കാലോ. അതിന് എന്നെ സാറ് ആദ്യമായിട്ടാണോ കാണുന്നത്? അതിനെ മാത്രം കാണാൻ എനിക്ക് എന്താ പ്രത്യേകത? അതെ, തന്റെ സൗന്ദര്യം എന്റെ കണ്ണുകളില. അത് കണ്ണിന് മാത്രമല്ല, മനസ്സിനെയും തൃപ്തിപ്പെടുത്തും. പക്ഷേ ഈ കാത്തിരിപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. ആണോ? എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ലല്ലോ. എനിക്ക് ഈ കാത്തിരിപ്പ് നല്ലൊരു ഫീൽ ആയിട്ടാ തോന്നുന്നത്. അതെ അതെ, ഭയങ്കര ഫീലിംഗ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് പറയട്ടെ. ആ, എനിക്കറിയായിരുന്നു സാറിന് ഇങ്ങനെയൊക്കെ തോന്നൂന്ന്. അതിനല്ല ഞാൻ സേഫ്റ്റിക്ക് തലേനെ എടുത്തു വെച്ചിരുന്നത്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ അടുത്തേക്ക് വന്നതേ. ശ്രീലക്ഷ്മിക്ക് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. അല്ലാതെ എനിക്കെന്തോന്നു. അയ്യേ, പ്രാക്ടീസോ? എന്ത് പ്രാക്ടീസ്? അത് പിന്നെ നടക്കാതെ പോയ നമ്മളുടെ ശാന്തി മുഹൂർത്തത്തിന് തീയതി കുറിച്ച സ്ഥിതിക്ക് അതിനൊരു ചെറിയ പ്രിപ്പറേഷൻ, പ്രാക്ടീസ്. അപ്പോ ഇനി അതിനി സമയം കളയണ്ടല്ലോ. പിന്നെ പ്രാക്ടീസ് എടുത്താൻ ഇത് ക്രിക്കറ്റ് മാച്ച് അല്ലേ? കൂടുതൽ അടവെടുത്താലേ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞേക്കാം. ഓ, ഭീഷണിയാണോ? അതെ, ഭീഷണിയാണ്. ഐ ആം ഹർട്ടഡ് ശ്രീലക്ഷ്മി. താൻ ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ തന്നതെല്ലാം താൻ ഇപ്പൊ തന്നെ തിരിച്ചു നൽകും. സാറ് തന്നതോ? അതിന് സാറെനിക്ക് എന്താ തന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഫോൺ വിളിച്ചപ്പോ കട്ട് ചെയ്യാൻ നേരത്ത് ആ, അതിനെന്താ ഇത്ര പ്രത്യേകത? അത് വിളിക്കുമ്പോഴൊക്കെ ഉള്ളതാണല്ലോ. ആ റൂട്ടിലാണോ പോക്ക്? അതെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റൂട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ചെറിയ ഒരു യൂട്ടേൺ എടുത്തു. ഒരാൾ ഒരു സാധനം തന്നാൽ അത് ആവശ്യമില്ലെങ്കിൽ തിരികെ കൊടുക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ മര്യാദ തന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ, എനിക്ക് അല്പം മര്യാദ കുറവാണെന്ന് വെച്ചോ. അതെ, സാറിനെ പോലെ എനിക്കും അതേ മൂടുള്ളപ്പോ ഞാൻ തന്നെ ചോദിച്ച് അങ്ങോട്ട് തന്നോളാം. അതുവരെ ഒരു കടക്കാരിയായിരുന്നോളാം. അന്ന് പലിശ സഹിതം തന്നേക്കാം കേട്ടോ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ അടവൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്ക് അടന്നോണം. അപ്പൊ ഗുഡ് നൈറ്റ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നൈറ്റ് ഡ്രൈവ് പോയിട്ട് വരാം. എന്നാലേ എന്റെ മൂഡ് ശരിയാവും.
എക്സ്ക്യൂസ് മീ. ആ രാജാറാം, ടേക്ക് യു സീറ്റ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയോ? കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും ബാക്കി പേപ്പർ കൂടി വാങ്ങണം. യെസ് സർ. കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഐ വിൽ ഫോളോ. ഓക്കെ ഫൈൻ. എക്സ്ക്യൂസ് മീ സർ. ആ സാൻഡ്ര പ്ലീസ് കം. സാറിനെ വിളിച്ചു എന്ന് പറഞ്ഞു. യാ സിറ്റ് ഡൗൺ പ്ലീസ്. സാൻഡ്രയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ഒരു മുൻവിധിയും ഇല്ലാതെ വേണം സാൻഡ്ര മറുപടി പറയാനും തീരുമാനമെടുക്കാനും. എന്താ സർ? വേറൊന്നുമില്ല സാൻഡ്ര, രേഖയുടെ ഫുഡ് കോർപ്പറേഷൻ പ്രൊജക്ടിലും പേഴ്സണലായും രേഖയ്ക്ക് ഒരു അസിസ്റ്റന്റ് വേണമെന്ന് പറയുന്നത്. ഓക്കെ സർ, നമുക്ക് ഓൺലൈനിലും ന്യൂസ് പേപ്പറിലും ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. അതിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്ത് നല്ലൊരാളെ അപ്പോയിന്റ് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ തന്നെ വേണം. പക്ഷേ അതല്ല സാൻഡ്ര, രേഖയായിട്ട് തന്നെ ഒരാളെ സജസ്റ്റ് ചെയ്തിരിക്കുക. ഓ, അപ്പൊ പിന്നെ ഈസി ആയല്ലോ കാര്യങ്ങള്. ഈസി ആണോ അല്ലേ എന്ന് പറയേണ്ടത് സാൻഡ്ര തന്നെ. ഞാനോ? വാട്ട് ഡു യു മീൻ സർ? രേഖ അസിസ്റ്റന്റായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാൻഡ്രയാണ്.